79 വർഷമായി ചെങ്കോട്ടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ പ്രസംഗിക്കുന്നു. ഈ പരമ്പരയിലെ ഏറ്റവും ദീർഘമായ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു മോദിയുടെ 103 മിനിറ്റ് നീണ്ടുനിന്ന അവതരണം. അതൊരു ബജറ്റ് പ്രസംഗത്തിന്റെ ആഴത്തോടും ദൂരദർശിത്വത്തോടും സാമ്യമുള്ളതായി തോന്നിച്ചു. രാജ്യത്തിന്റെ ഭാവി സ്വപ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടും ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള തന്റെ ദൗത്യം വ്യക്തമാക്കിക്കൊണ്ടും മോദി ജനങ്ങളോട് സംസാരിച്ചു. വോട്ട് അട്ടിമറി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും പ്രതിപക്ഷത്തെ ശക്തമായി പിന്നോട്ട് തള്ളിക്കൊണ്ട് മോദി നടത്തിയ ഈ പ്രസംഗം രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ വിലയിരുത്തപ്പെടുന്നു. പാകിസ്ഥാനെ തുറന്ന് വെല്ലുവിളിക്കുന്ന മോദി രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന തന്റെ പഴയ പ്രഖ്യാപനം ആവർത്തിച്ചു. സിന്ധു നദീജല കരാറിൽ പുനർചിന്തയ്ക്കൊന്നും ഇന്ത്യ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയ മോദി ആണവ ഭീഷണികളെ ഇന്ത്യ ഒരിക്കലും ഭയപ്പെടുന്നില്ലെന്നും ഇത്തരം ഭീഷണികൾക്ക് ഇന്ത്യ നൽകുന്ന മറുപടി ഓപ്പറേഷൻ സിന്ദൂറായിരിക്കുമെന്നും അദ്ദേഹം നിലപാടറിയിച്ചു. ലോകവിപണിയിൽ ഇന്ത്യയുടെ ഉയർന്നു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമേരിക്കയെയോ ട്രംപിനെയോ നേരിട്ട് പരാമർശിക്കാതെയാണ് മോദി തന്റെ സന്ദേശം കൈമാറിയത്. ഡോളറിന്റെയോ പൗണ്ടിന്റെയോ അധീനതയിൽ നിന്ന് ഇന്ത്യ വിമോചിതമാകുന്ന ദിനം അധിക ദൂരെയല്ലെന്നും ആത്മനിർഭർ ഭാരതിന്റെ മാർഗത്തിലൂടെ യുദ്ധോപകരണങ്ങളും യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് ഇനി നിർമ്മിക്കപ്പെടുകയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളെയോ റഷ്യയെയോ ആശ്രയിച്ചിരുന്ന പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സമീപനം മാറുകയാണ്. എവിടെ നിന്നും ആയുധങ്ങൾ ലഭിക്കാം, പക്ഷേ നിർമ്മാണം ഇന്ത്യയിൽ തന്നെയായിരിക്കണം. അതാണ് പുതിയ നയം. യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നതും സ്വന്തം AI പരിസ്ഥിതിയെ വികസിപ്പിച്ച് ഭാവിയിൽ നിർമ്മിത ബുദ്ധിയിലൂടെ ലോകത്തെ നയിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും മോദി വ്യക്തമാക്കി. അതുപോലെ 1 ലക്ഷം കോടി രൂപ മാറ്റിവെച്ച് യുവാക്കൾക്കായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. 15,000 രൂപ ഏത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാലും കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം ചെറുതല്ലാത്ത ചരിത്ര നടപടിയായി കണക്കാക്കുന്നു.